ആരാടാ? ഞാനാ. അതല്ല, വാതിൽ മുട്ടണത് ആരാന്ന് അതറിഞ്ഞൂടാ. ആരാ? കേശവണ്ണ ഞാൻ ഇറങ്ങി വന്നെന്നാ. ഇറങ്ങി വന്നെന്നാ? കേശവണ്ണ അണ്ണനെ കാണാൻ ഞാൻ വന്നെന്നാ. ഓഹോ, അപ്പൊ നീ ട്രിവാൻഡ്രത്തുനിന്ന് ഓളെ സെറ്റ് ആക്കിയല്ലേ? എന്താ ചേച്ചി പറയണത്? ആരാ? അണ്ണാ അണ്ണനെ മനസ്സിലായില്ലേ? ഞാൻ അണ്ണനെ രേവതി. രേവതിയാ? ഓ അണ്ണാ. ആരല്ലയാ? അണ്ണം വിളിച്ചിട്ട് തന്നെ അല്ലേ വന്നത്? അണ്ണം തന്നെ അങ്ങ് ഡീൽ ചെയ്യും. സത്യം പറ, ആരത്? പൊന്നേച്ചി സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അണ്ണാ അണ്ണനെ അറിഞ്ഞൂടാ അണ്ണാ. ഞാൻ അണ്ണാ രേവതി അണ്ണാ. നീ എന്താ പോയാ? നീ ഏതാ? മര്യാദയ്ക്ക് ആ കൊച്ചിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോളണം. എന്റെ പൊന്നേച്ചി സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അണ്ണാ അണ്ണമ്മാ നമുക്ക് പോവാം. എനിക്ക് ഇരുട്ടത്ത് ഒറ്റയ്ക്കാൻ പേടി. അണ്ണമ്മാ ചെല്ലണ്ണ. പറഞ്ഞു അതെ. എന്തിനാ? ഈ രേവതിയാണോ അതോ രേഷ്മിയാണോ? അണ്ണാ അണ്ണന്റെ രേവതി അണ്ണാ. അതല്ല, ഫ്രണ്ടിന്റെ ഫ്രണ്ട്. അണ്ണ തുറയണ്ണാ. തുറക്ക. ആളുള്ളതാ കേട്ടോ. ദേ രേവതി. രേവതി എന്തോ? കേശവണ്ണ കേശവണ്ണ മനസ്സിലായില്ലേ? കേശവണ്ണ അമ്മായിയാ? അമ്മായി വെറുതെ ആഗ്രഹിച്ചല്ലേ മോനെ? ചൊറിഞ്ഞുടിക്കട്ടോ ഞാൻ. അല്ല അമ്മ എന്താ ഈ പാതിരാത്രിക്ക്? ആകാശത്തിന്റെ കീഴിൽ ഈ രാത്രിയും പകലെല്ലാം ഒരുപോലെയാണ്. ആണാ? എന്നാ പിന്നെ അമ്മായി പുറത്തോടുന്നു. അങ്ങനെ എന്തോ തുറടാ. അല്ല, ഇതിപ്പോ എവിടെന്നാ വരണേ? തൃശ്ശൂർ ചെന്ന് വണ്ടി എടുത്ത് നേരെ പാലക്കാട് നേരെ പൊള്ളാച്ചി നേരെ മധുര, എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് ദേ ഇവിടെ എത്തി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഞാൻ വന്നല്ലേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിച്ചിരിക്കാം. സമയമില്ല. ഗുഡ് നൈറ്റ്. ഉറക്കം. അതെ, ഉറക്കം വരുന്നു. പോയി കിടന്ന് ഉറങ്ങി പോ. കഴിക്കാൻ വല്ലതും ഉണ്ടാടേ? അതൊക്കെ അമ്മൂമ്മ ചോറൊക്കെ വെള്ളത്തിലിട്ട് വിളിക്കണം അമ്മായിയമ്മേനെ. വേണ്ട, എന്താ വന്ന് കിടന്ന് ഉറങ്ങും. ശരി കേറ്. ഓ ഞാൻ പൂട്ടാം. മൊക്കോ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല, ആദിപരാശക്തിക്ക് പൊങ്കാല പൊങ്കാല, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല, ആദിപരാശക്തിക്ക് പൊങ്കാല പൊങ്കാല. ഭയങ്കര ഓളാണല്ലോ ലച്ചു. പിന്നെ അല്ല, അവൻ അമ്പലത്തിലൊക്കെ പോയല്ലോ. പോയി. എന്നെ കൂടെ വിളിക്കാത്തത്? അതിന് അമ്മായി ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടല്ലേ വന്നത്. പിന്നെ എന്തായാലും എണീക്കുമ്പോ ലേറ്റ് ആവുന്ന എനിക്കറിയാം, അതാ വിളിക്കാൻ. ശരി തന്നെ, വന്ന് കിടന്നപ്പോഴേ ലേറ്റ്. പക്ഷെ നീ വിളിക്കായിരുന്നു കേട്ടാ. നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. ഒന്നുമില്ലെങ്കിലും നാറ്റൂല് പൊങ്കാലയല്ലേ, ആറ്റുവാലേ പോകാൻ പറ്റിയില്ല. അമ്പലത്തിലെങ്കിലും പോവായിരുന്നല്ല. അത് ശരി കേട്ടോ, മര്യാദക്ക് പ്ലാൻ ചെയ്യണമായിരുന്നു. മര്യാദക്ക് പ്ലാനൊക്കെ ചെയ്ത് എല്ലാവരും ആറ്റുകാല അമ്പലത്തിലൊക്കെ പോയി പൊങ്കാലയൊക്കെ ഇട്ട്, പിന്നെ അവിടെ ഭാസ്യങ്ങളുടെ കസിൻസിന്റെ വീടുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരായിരുന്നു. കിള്ളിപ്പാലത്തെ കരമ്പന എന്തോ അല്ലേ വീട്, അവിടെ ആണെങ്കിൽ പോവായിരുന്നു നമുക്ക്. ആരുടെ വീട്? ആരുടെ വീട്? ഭാസ്യണ്ണന്റെ ബന്ധുക്കളെ വീട്. ഭാസ്യണ്ണന്റെ ബന്ധുക്കളെ വീട്. ഓ, മറ്റേ പൊങ്കാലിടാൻ പോകാനായിരിക്കും. ഭാസ്യങ്ങൾ പോലും പോയി കാണൂല. പോടാ അവിടെ നിന്ന്. ഭാസ്യങ്ങളൊക്കെ ഇന്നലെ പോയി. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചില്ലല്ലോ. എന്നിട്ട് പിന്നെ എല്ലാത്തിനും നിന്നെ വിളിക്കണമെന്നുണ്ടോ? ഭാസ്യങ്ങളുടെ പെങ്ങളും അളിയനൊക്കെ പൊങ്കാലിടാൻ പോണെന്ന്, അങ്ങനെ പോയതാ. ആണോ? എന്നാ പിന്നെ നമ്മളോട് പോണ്ടായിരുന്നില്ലേ? പോണ്ടതായിരുന്നു. മര്യാദക്ക് പ്ലാൻ ചെയ്യണമായിരുന്നു. ട്രിവാൻഡ്രത്ത് പിന്നെ റോട്ടില് പൊങ്കാല ഇട്ടാലും അമ്മയുടെ നടയിൽ പൊങ്കാല ഇടുന്ന പോലെയാ. ഇത്തവണ അമ്മയുടെ നടയില് എത്ര ലക്ഷം പേര് പൊങ്കാല ഇടുന്ന് കണ്ടറിയാ. ഞാൻ ആദ്യമായിട്ട് പൊങ്കാലയ്ക്ക് പോകണം എപ്പോഴെന്ന് അറിയോ? 5ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴാണ്.
എന്ത് രസമായിരുന്നെന്ന് അറിയാമോ? നമ്മൾ എന്തൊക്കെ സാധനങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ശർക്കര പൊങ്കാലയുണ്ട്, വെള്ള പൊങ്കാലയുണ്ട്, പാൽപ്പായസം ഇടും, മണ്ടപ്പുറ്റിടും, പിന്നെ തെരളിയപ്പം ഉണ്ടാക്കും. അങ്ങനെ എല്ലാം ഉണ്ടാക്കുമായിരുന്നു. നല്ല രസമായിരുന്നു ആ സമയം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല, പൊങ്കാല, ആദിപരാശക്തിക്ക് പൊങ്കാല, പൊങ്കാല. ആ ലച്ചുസ് തിരിച്ചെത്തിയായിരുന്നോ? എത്തി. ഞാനും രാവിലെ റെഡിയായതായിരുന്നു. ആണോ? എന്നാ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെയും കയറി കിടന്ന് ഉറങ്ങുക. ലച്ചുസ് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനും അമ്പലത്തിൽ വന്നേനെ. ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. പക്ഷെ അമ്പലത്തിലെ പൂജാരി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലല്ലോ. നീ പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി വരാൻ എന്തായാലും ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും അമ്പലത്തിലെ നട അടയ്ക്കും. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ശരിക്കും കുളിച്ച് റെഡിയായിട്ട് വരാൻ ആരാ സമയം എടുക്കുന്നുള്ള കാര്യം. അതൊക്കെ ഞാൻ ഒരു 10-15 മിനിറ്റ് മതി. ഫുള്ള് കുളിച്ച് റെഡിയായി സെറ്റായിട്ട് പുറത്തിറങ്ങും. കള്ളൻ. അപ്പൊ കള്ളൻ എന്തിനാ വിളിച്ചേ? നിന്നെ ഞാൻ കള്ളാന്ന് വിളിച്ചത് ഞാൻ പറഞ്ഞോ? അപ്പൊ പിന്നെ എന്നെയാണോ കൊള്ളാൻ വിളിച്ചത്? അത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചു ആരാ കള്ളൻ. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ. ഇതെന്തോ ഇത്? പൊങ്കാലക്കുള്ള സാധനങ്ങള്. അമ്മൂമ്മ പൊങ്കാലിടാൻ ട്രിവാൻഡ്രം പോവാ? എന്റെ കൊച്ചെ, ഇപ്പൊ തിരുവനന്തപുരത്ത് പോയ സമയത്തിന് അങ്ങ് എത്തുവോ? ഇല്ല, അതല്ലേ ചോദിച്ചേ. ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പൊങ്കാലിടാൻ തീരുമാനിച്ചു. എന്തായാലും അത് കൊള്ളാം. പിന്നെ എന്താ എന്റെ അടുത്ത് പറയാത്ത? മക്കൾ ഇന്നലെ വന്നപ്പോ എത്ര മണിയായി? അതുകൊണ്ടാ പറയാതിരുന്നേ. രാവിലെ പറയാന്ന് വിചാരിച്ചപ്പോഴോ രാവിലെ വന്ന് നോക്കിയപ്പോ നല്ല ഉറക്കം. അതുകൊണ്ടാ പറയാതിരുന്നേ. പിന്നെ തിരുവനന്തപുരത്ത് പോയി പൊങ്കാലിടാൻ പറ്റാത്ത സമയത്ത് ഞാൻ പടവലത്തെ വീട്ടിന്റെ മുറ്റത്ത് പൊങ്കാലിടുന്ന നിനക്ക് അറിയത്തില്ലയോ? അറിയാം. പിന്നെന്താ? അമ്മൂമ്മ കലപ്പം മേടിച്ചേ? അത് ഞാനും കനകവും കൂടെ ഇന്നലെ പോയി അങ്ങ് വാങ്ങിച്ചു. രണ്ടേരോടെ രാവിലെ കുളിച്ചിറങ്ങിയ സുന്ദരിയായിട്ടാ നിൽക്കുകയാണല്ലേ? എന്തും എല്ലാരും നോയിക്കൊണ്ടിരിക്കുന്നേ. എല്ലാരും കുളിച്ച് റെഡിയായി പെട്ടെന്ന് വന്നേ. അമ്മൂമ്മ, ഞാൻ എന്താണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കും. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യും. ഓ, അമ്മ ഒരു 10 മിനിറ്റ് ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയാവും. പെട്ടെന്ന് വരണം. 5 മിനിറ്റ് ഞാൻ താവുന്നു. എന്നാ ഞാനും പെട്ടെന്ന് സെറ്റ് ആയിട്ട് വരാം. അല്പം പെട്ടോ. എന്തെങ്കിലും നോക്കണേ. ലച്ചുസേ, ലച്ചുസിനെ ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ നേരത്തെ സുന്ദരി അല്ലായിരുന്നോ? നേരത്തെ സുന്ദരിയാണല്ലോ. ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. നിന്നെ കാണാനും സുന്ദരനായിട്ടുണ്ട്. ശരിക്കും ശരിക്കും. ശരിക്കും. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനേ ഇന്ന് തൊട്ട് വ്രതം എടുക്കാൻ പോവാ. 21 ചൊവ്വയും 21 വെള്ളിയും വ്രതം. വ്രതോ? ലച്ചൂസ് ജന്മനാ വ്രതത്തിലാണല്ലോ. ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ആഹാരം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്തിനാണ് വ്രതം? നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിലിരിക്കുന്ന കേക്കരുത് കേട്ടോ. എന്തിനാ വ്രതം എന്ന് പറ. എടാ, ഞാൻ വ്രതം എടുക്കുന്നത് നിനക്ക് വേണ്ടിട്ടാ. എനിക്ക് വേണ്ടിട്ടാ? ആ, എന്തിന്? അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ നന്നാവാനോ? ഞാൻ ഓൾറെഡി നല്ലതാണല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. സത്യം പറഞ്ഞാലേ ഈ ഒരു വ്രതം എന്ന് പറയുന്നത് നിന്റെ സന്തോഷത്തിനും നിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ നിനക്ക് കുറെ ടെൻഷനൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം മാറാൻ വേണ്ടിട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിന്റെ സന്തോഷമല്ല എന്റെ സന്തോഷം. നമ്മുടെ സന്തോഷം അത് തന്നെ. സാരി കൊടുത്തത് കറക്റ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ അല്ലേ? എന്നാ പിന്നെ പോവാം.
അമ്മ നമുക്ക് അവിടെ ഇട്ടാലോ പൊങ്കാല? വേണ്ട വേണ്ട, ഇവിടെ നടവാതിലിട്ടാ മതി, അതാ ഐശ്വര്യം. മോനെ കേശു, ഓ അമ്മൂമ്മ. അപ്പുറത്ത് ചുടുകട്ട വെച്ചിട്ടുണ്ട്, അത് നീ പറക്കൊണ്ട് വന്നേ. ഓക്കേ അല്ലേ ആളെ. ഓക്കെ. അമ്മ മണി 8:30 ആ 8:30 9:45 ആറ്റുകാൽ അമ്പലത്തിൽ പണ്ടാരടുപ്പ് തീ കൊളുത്തുന്നേ. ആ സമയത്തിന് തന്നെ നമുക്ക് ഇവിടെ തീ കൊളുത്തണം. അമ്മ ഏത് എത്ര മണിക്ക്? 2:15. അമ്മൂമ്മോയ്. ഓ ആ ആ അവിടെ വയ്ക്ക, അവിടെ വയ്ക്ക. ഓക്കേ അമ്മാടി. 2 അടുപ്പ് കൂട്ടണേ. രണ്ടാ? അപ്പൊ 2 പൊങ്കാലയാ? ആ ശർക്കര പൊങ്കാലയും വെള്ളച്ചോറ് പൊങ്കാലയും. വെള്ളച്ചോറ് പൊങ്കാലയോ? അത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. എങ്ങനെ കഴിക്കാനാ? ആയ കാലം മൊത്തം ഗൾഫിലായിരുന്നില്ലേ? ആ ലച്ചൂസേ മതിട്ടാ. അമ്മമ്മേ, ഈ വെള്ളച്ചോറ് പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിപാടി? അത് ചോറ് പറ്റിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് തേങ്ങായും പഴവും ഏലക്കായും ഇടും, എത്രയേ ഉള്ളൂ. ആദ്യം നമുക്കൊരു ഗണപതി പടുക്ക ഒരുക്കണം. ഓ ആ മോനെ, ഇല വെട്ടിയിട്ടില്ല കേട്ടോ. മക്കള് പോയി 2 തൂശനില വെട്ടിക്കൊണ്ടുവാ. വെട്ടിക്കൊണ്ട് ഒരാളെ പോലെ. എടാ ഞാനും വരാം. ഞാനേ കത്തി എടുത്തിട്ട് വരാം. ഓക്കെ. അമ്മാടി. ഹലോ, ആ വാഴത്തോട്ടം എവിടെ കിട്ടും വാഴയില? അതിന് വാഴത്തോട്ടത്തിൽ പോണ്ടേ? വാ വാഴത്തോട്ടത്തിൽ പോ. അങ്ങോട്ടല്ലേ പൊക്കോണ്ടിരിക്കണേ? വാ പെട്ടെന്ന് പോവാന്ന്. എടേ സമയായി, പെട്ടെന്ന് വാ. എടോ എന്ത് കഷ്ടോടോ ഇത്. ഞാനല്ലേ ആവശ്യം പിടിച്ച് ആദ്യം ഇറങ്ങി, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയ അളിയാ. ആ ഇത്ര സൈസുള്ള വെട്ടണോ ഇത്ര ഉള്ള വെട്ടണോ? ഇത്രയും സൈസുള്ള വെട്ടണം. സൈസുള്ള കിട്ടൂല. മീഡിയം പോരേടാ, മീഡിയം മതി. പിടി മതിയോ? അല്ല ഇപ്പൊ ഒരുക്കാനൊക്കെ പറയുമ്പോ വേണ്ടേ? പിന്നെ സൈസ് വേണം. നോക്കാം. ആ നിക്കണ് വാഴത്തോട്ടം. എപ്പടി കളിയാ? ആ, ഇതാണോ നിന്റെ വാഴത്തോട്ടം? ആകെ 4, 3, 7 വാഴയല്ലേ ഉള്ളൂ. ഈ 4, 3, 7 വാഴയിലോടുള്ളത് എന്താ ദൈവമാക്കിയോണം അപ്പോഴാണ്. എടാ ഈ വാഴയിലകളൊന്നും പോരടാ, നമുക്ക് വേറെ പോയി നോക്കാം. ബാ തന്നെ ആ ചെല്ലേ, അപ്പുറത്ത് തേക്കും കാടുണ്ട്, അവിടെ ചെന്ന് വാഴ വെട്ടിക്കൊണ്ടോ ചെല്ലേ. അപ്പുറത്തോ? അല്ല വേണ്ട, നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. അല്ല പോയിട്ട് കളി. അല്ല വേണ്ട, എടുക്കാം. വാ. അതിലോടിക്ക് മാത്രം ഒരു കുറവില്ല. അളേ വിട്ടല്ലേ. ഞാൻ വെട്ടിയ ശരിയാവത്തില്ല, എന്റെ ഷർട്ടിൽ കറിയോ. ഈ ഷർട്ട് എന്റെ ഒരു വെൽഫിഷർ ഗിഫ്റ്റ് ചെയ്തതാ. വെൽഫിഷർ ഗിഫ്റ്റ് ചെയ്തതാ. അങ്ങനെയാണെങ്കിൽ ഇത് എന്റെ വേറെ വെൽഫിഷർ ഗിഫ്റ്റ് തന്നതാ. ഏത് വെൽഫിഷർ? ആ ഒരു വെൽഫിഷർ. അങ്ങ് വരെയൊക്കെ വെട്ടിക്കോ. അളി വെട്ടലേ. നീ അങ്ങ് വിട്ടറാ. എടാ വെട്ടറാ. എടാ എന്തോടെ ഡേ, ചുമ്മാ കൺഫ്യൂഷൻ അടിപ്പിക്കാതെ നീ വെട്ടാൻ നോക്ക്. ഞാൻ എന്തിനു കൺഫ്യൂഷൻ അടിപ്പിക്കേ? തന്റെ വീട്ടിൽ അളയെ വെട്ടുന്ന വെട്ടുന്നുണ്ടോ? ഞാൻ വെട്ടത്തില്ല. നീ നിനക്ക് വെട്ടിയെന്താ കുഴപ്പം എന്തുവാ? കണ്ട 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 എന്ത് അളയെ നീടേട്ടാ ലച്ചേച്ചിയുടെ സ്വഭാവം വന്നോണ്ടിരിക്കുന്നത് കേട്ടാ. ലച്ചൂസിന്റെ സ്വഭാവം വന്നതിന് എന്താണ് കുഴപ്പം? എന്റെ ലച്ചൂസ് മുത്ത് അറിയാവോ? മുത്ത് മുത്ത്. ആ എന്നാലേ ആ മുത്ത് അടുത്ത പ്രാവശ്യം പിടിച്ചിടിക്കുമല്ലോ, അപ്പൊ എന്നെ വിളിക്കണം. എടാ ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പൊ ഞാൻ വരാവേ. നീ വെട്ട്. ഞാൻ വെട്ട്. എന്റെ പൊന്നളെ ഭയങ്കര അയച്ചിരിക്കും. വെട്ടായി നിനക്ക് വെട്ടാൻ പറ്റുമോ? ലിങ്ങാണ്, ഞാൻ വെട്ടാം. ആ എന്നാ അമ്മായി വെട്ടും. അതെ അതെ. കേശവേട്ടാ വെട്ടാ വെട്ടാ. അമ്മായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അമ്മായി സത്യം പറഞ്ഞ എത്ര തവണ ഈ പൊങ്കാല ഇട്ടിട്ടുണ്ടാവും? ഞാൻ കോളേജ് പഠിക്കണ വരെ ഇട്ടായിരുന്നു. പിന്നെ ഗൾഫിൽ പോയതിനു ശേഷം ഇടാൻ പറ്റില്ലല്ലോ, അന്നതിന് ശേഷം പിന്നെ ഇട്ടില്ല. പ്രാവശ്യം ഇടാം. അമ്മായിയേ, ഓ നമുക്ക് അടുത്ത പ്രാവശ്യം അമ്മാടി അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവരും കൂടെ വണ്ടി വിളിച്ച് നേരത്തെ പോയി അവിടുത്തെ പൊങ്കാലിടാൻ പോകും. എന്താ പറയണം? അത് അടുത്ത പ്രാവശ്യത്തെ കാര്യമല്ലേ. ഇവിടെ പൊങ്കാലിടാം. ഓക്കെ, പൊങ്കാലിടാം. പൊങ്കാലിടണമെങ്കിൽ ഇല വെട്ടണ്ടേ? വെട്ടണം. ഇല ഞാനിത് ഈ ഹൈറ്റിന് ഒറ്റ വിലയേ ഉള്ളൂ. ബാക്കിയുള്ള ഇലയൊക്കെ വെട്ടണമെങ്കിൽ ഹൈറ്റ് കയറി വെട്ടണം. വെട്ടളിയാ. മൊബൈലെങ്കിലും ഒന്ന് പിടിക്കോ?
ചെരവേ ഒരു സുഖമില്ലെന്നേ. പടവലത്ത് പണ്ടൊരു ചെരവുണ്ടായിരുന്നില്ലേ, അടിപൊളി ചെരവയായിരുന്നു. അതെ, നാക്കിന്റെ പ്രശ്നമാണ്. ആരുടെ നാക്കിന്റെ പ്രശ്നം? നിശ്ചരവേടാ. മോനെ കേശുവേ, എന്റെ കയ്യിലേ നല്ല തേങ്ങ ഇരിക്കണേ, ഓർമ്മ വേണേ അത്. എന്തോ ലച്ചു അത്? എന്തോ വർത്താനം? പൊങ്കാലിടാനുള്ള തേങ്ങയല്ലേ അത്? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ലച്ചുവിന് ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നെ ഇടം വലം നോക്കത്തില്ല എന്ന് വിചാരിച്ച ആള് പാവാന്നേ. ആൾ അത്രയ്ക്ക് പാവൊന്നും അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ വീട്ടില് എന്റെ അമ്മയ്ക്ക് വരെ ലച്ചൂസിനെ പേടിയാ. പിന്നെ എന്റെ അമ്മ അത് പറഞ്ഞു നടക്കുന്നില്ലെന്ന് മാത്രം. അമ്മായിയേ എന്തേ ഒരു കിണിയൊക്കെ? അമ്മമ്മ, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് റെക്കോർഡ് ബ്രേക്കിംഗ് ആൾക്കാർ വന്നു എന്നൊക്കെ ഒരു വാർത്തയും കണ്ടിരുന്നു. അതായത് കുറെ പേര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ എന്റെ പൊന്നടയാ 10-25 ലക്ഷം ആൾക്കാരെ കൂടുതലൊക്കെ വന്ന്. 25 ലക്ഷോ? ബാക്കി എവിടെ പോയി? 10-40 ലക്ഷം ആൾക്കാർ വന്നു കഴിഞ്ഞ തവണ. അല്ലയോ, ഞാനാണെങ്കിൽ മിക്കവാറും ഇത്തവണത്തേന് ഒരു 50 ലക്ഷത്തിൽ കുറയാതെ കാണും അല്ലേ? 50 ലക്ഷമോ? ലക്ഷമൊന്നുമല്ല, കോടിക്കണക്കിന് ആൾക്കാരാണ് പൊങ്കാലയിടാൻ പറ്റാത്തത് കൊണ്ടേ മനസ്സുകൊണ്ട് പൊങ്കാലയിട്ടോണ്ടിരിക്കുന്നത്. അതുപോലെ അമ്മുമ്മേ, ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞുതരാം. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാവുന്ന ഐതിഹ്യം ഞാൻ പറയാം. ദാരിക വധത്തിന് ശേഷം ഉഗ്രരൂപിണിയായ ഭദ്രകാളി ശാന്തസ്വരൂപിണിയായിട്ട് ഭക്തർക്ക് ദർശനം കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. எங்க பாட்டி வேறொரு கதை எனக்கு சொல்லி கொடுத்திருக்காங்க. இளங்கோ அடிகளோட சிலப்பதிகாரத்துல நாயகி இருக்காங்க கண்ணகி. அவங்க பாண்டியராசாவை வதிச்ச சேஷம் இந்த மதுரையெல்லாம் எரிச்சாங்க. அதுக்கப்புறம் அப்படியே கொடுங்கலூர் போக பார்த்தாங்க. போற வழியில நம்ம ஆத்துக்கால் இருந்தாங்க. அப்போ அங்க எல்லாருக்கும் தரிசனம் கொடுத்தாங்க. அப்படிதான் ஆத்துக்கால் கஷேத்திரம். അല്ല, ആന്റി പറഞ്ഞത് എനിക്ക് മനസ്സിലായി, പക്ഷെ അങ്ങോട്ട് ക്ലിയർ ആയില്ല. ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരാമോ? സിദ്ധേ, ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലെ നായികയാണ് കണ്ണകി. കണ്ണകിയുടെ ഭർത്താവാണ് കോവലൻ. കോവലൻ കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയി. അപ്പൊ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു പാണ്ഡ്യരാജാവിന്റെ മോഷണം പോയ ചിലമ്പാണ് അതെന്ന്. പക്ഷെ കോവലൻ സമ്മതിച്ചു കൊടുക്കൂ, അത് സ്വന്തം ഭാര്യയുടെ ചിലമ്പാണെന്ന് കോവലനും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് കോവലന് കള്ളനൊന്ന് മുദ്ര കുത്തി. എന്നിട്ട് കോവലനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. സ്വന്തം ഭർത്താവിനെ കൊന്ന കോപം സഹിക്കാൻ വയ്യാതെ ഒരു ഉഗ്ര രൂപം കൊണ്ട് കണ്ണകി പാണ്ഡ്യരാജാവിനെയും കൊന്ന് മധുരയെ ഫുള്ളും ചുട്ടരിച്ചു. എന്നിട്ട് കൊടുങ്ങല്ലൂരേക്ക് പുറപ്പെട്ടു. കൊടുങ്ങല്ലൂരേക്ക് പോകുന്ന വഴിക്ക് കിള്ളിയാറിന്റെ തീരത്ത് ഒരു ബ്രാഹ്മണന് ബാലികാ രൂപത്തിൽ ദർശനം നൽകി. എന്നിട്ട് ഈ ബാലികയെ ബ്രാഹ്മണൻ സ്വന്തം മനയിലേക്ക് കൊണ്ടുപോയി. കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടി ബ്രാഹ്മണൻ അകത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ബാലികയെ കാണാനില്ല. ബ്രാഹ്മണൻ ആകെ പരിഭ്രാന്തനായി. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ സ്വപ്നത്തിൽ വന്ന് ദേവി ദർശനം നൽകി. ആ ദേവിയാണ് ആറ്റുകാലമ്മ. ഈ കഥയാണ് എനിക്കറിയാനുള്ളത്. ആ ഭഗവതി ഭക്തരെ എല്ലാം സംരക്ഷിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കുന്നു. അമ്മമ്മ, എന്താണേലും നമുക്ക് ഉടനെ തിരുവനന്തപുരത്ത് ഈ അമ്പലത്തിൽ പോകണം. ഞാൻ ഇതുവരെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പോയിട്ടില്ല. നമുക്ക് പോവാം. അതെ, എല്ലാരും ഇങ്ങനെ കഥയും കേട്ടിരുന്നാ പറ്റത്തില്ല. പെട്ടെന്നാട്ടെ. ഇതൊന്നും മതിയോ? അത് ഞാൻ ചെറങ്ങണോ? ഒരെണ്ണം കൂടെ, ഒരു മുറി കൂടെ തരൂ. ഒരു മുറിയും കൂടെയോ? അമ്മൂമ്മ ചക്കര മതിയാ? കുറച്ചും കൂടെ വേണം. പോരമ്മ, അല്ല കുറച്ചുകൂടെ വേണം. അമ്മൂമ്മ വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിവാ. கொதுமெல்லாம் ரெடி. അമ്മേ നമോസ്തുതേ, അമ്മേ കരുണാമയി, ആറ്റുകാലിൽ വാഴുമമ്മ. എന്നും ഭക്തർദനഴലുകൾ മാറ്റുവാനായി പിറവിയെടുത്തൊരു ഐശ്വര്യമാതാവ്. അമ്മേ നമോസ്തുതേ, അമ്മേ കരുണാമയി, ആറ്റുകാലിൽ വാഴുമമ്മ. എന്നും ഭക്തർദനഴലുകൾ മാറ്റുവാനായി പിറവിയെടുത്തൊരു ഐശ്വര്യമാതാവ്. അമ്മേ കരുണാമയേ, അമ്മേ ജഗദീശ്വരി.